പരസ്പരം ചാണകം വാരി എറിഞ്ഞുള്ള ഒരു ഒന്നാന്തരം ആഘോഷം സങ്കല്പിക്കാൻ കഴിയുമോ? ലോകത്ത് പലതരം വിചിത്രമായിട്ടുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു ഇടാണ് കർണാടകയിലെ ഗുമാദപുരം ഗ്രാമം. എന്നാൽ ദീപാവലിയുടെ ഭാഗമായി ഗ്രാമവാസികൾ ഇങ്ങനെ പരസ്പരം ചാണകമെറിയുന്ന ഗൊരേഹബ്ബ എന്ന ഈ ഉത്സവം ഇപ്പോൾ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഒരു അമേരിക്കൻ യൂട്യൂബറുടെ വീഡിയോയിലൂടെയാണ്. ടൈലർ ഒലിവേറ എന്ന യൂട്യൂബർ ഈ ചാണക വിതറൽ ഉത്സവത്തിൽ പങ്കെടുത്ത ശേഷം സോഷ്യൽ മീഡിയയിൽ ഇന്ത്യയിലെ മലമൂത്ര വിസർജന ഉത്സവം എന്ന് തലക്കെട്ട് നൽകി അപ്ലോഡ് ചെയ്തതോടെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധമിരമ്പി. സ്വന്തം ഇഷ്ടപ്രകാരം ചാണകമേറ് വാങ്ങാൻ പോയിട്ട് ഇപ്പോൾ രാജ്യത്തെ അപമാനിക്കുന്നുവെന്നാണ് ഇന്ത്യൻ ഉപയോക്താക്കളുടെ പ്രധാന ആരോപണം. പശുവിന്റെ ചാണകമെറിഞ്ഞ് മേലാകെ ഹോളി പോലെ ചാണകമയമാക്കുന്ന ഈ ആചാരം ഗോമൂത്രവും ചാണകവും പുണ്യമായി കരുതുന്ന ഇന്ത്യൻ സംസ്കാരത്തിൽ അത്ര പുതിയ കാര്യമല്ല. പശുവിന്റെ ചാണകത്തിൽ നിന്ന് ജനിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഗ്രാമദേവതയായിട്ടുള്ള ബീരേശ്വര സ്വാമിയെ ആദരിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രാദേശിക ആചാരമാണിത്. അന്നേ ദിവസം ഗ്രാമവാസികളെല്ലാം ഉണങ്ങിയ ചാണകം പരസ്പരം വാരിയെറിയും. അതവർക്ക് ആഘോഷവും വിശ്വാസവുമാണ്. ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്ത് ജീവനുള്ള ഒരു ജീവിയുടെ വിസർജ്യം എറിഞ്ഞുകൊണ്ട് ഉത്സവങ്ങൾ നടക്കാറുണ്ടോ എന്ന കൗതുകകരമായ ചോദ്യവും ഈ വീഡിയോ ഉയർത്തുന്നുണ്ട് എന്നത് പറയാതെ വയ്യ. ഒരു മതപാരമ്പര്യത്തെ ബഹുമാനപൂർവ്വം കാണിക്കുന്നതിന് പകരം പരിഹസിക്കുകയും ഇന്ത്യയുടെ നെഗറ്റീവ് ഇമേജ് പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന ശക്തമായ ആരോപണങ്ങളാണ് ഒലിവേരയ്ക്കെതിരെ ഇപ്പോൾ ഉയരുന്നത്. ചാണകത്തിന്റെ പേരിൽ പശുക്കൾക്കിടയിൽ പോലും നടക്കാൻ സാധ്യതയില്ലാത്ത തരം ബഹളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം ആചാരത്തിൽ പങ്കെടുത്തിട്ട് പിന്നീട് പരിഹസിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ തീവ്രമായി തുടരുന്നുണ്ട്. ഏതായാലും ഈ ചാണകേറി യുദ്ധ വീഡിയോ ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച് വൈറലായി മുന്നോട്ട് പോവുകയാണ്.